ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വീട്ടിൻ്റെ ചുറ്റുമുള്ള എല്ലാ ചെടികളും കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നടക്കാം ഗായ്സ്. ഞാനും ഉണ്ട് ഗായ്സ്. നമുക്ക് ആദ്യം പൂക്കളിൽ നിന്ന് തുടങ്ങാം ഗായ്സ്. ഇതിന്റെ പൂക്കളൊന്നും പേരൊക്കെ എനിക്ക് അറിയാം. ഇതാണ് എൻ്റെ അമ്മയുടെ കലാപരിപാടികളാണ്. ഓരോരുത്ത് പോകുമ്പം ഇങ്ങനത്തെ ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഗായ്സ്. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതാണ് മഞ്ഞ കളർ ഓർക്കിഡ്. അമ്മയുടെ ഇത് കലാപരിപാടികളാണ്. ഇത് ചെമ്പരത്തി. ഇതൊരു വാടിയ ചെടി. ഇത് ഗായ്സ് ഇത് പേരയ്ക്കാണ്. അപ്പോൾ ഇത് വാഴയാണ്. വാഴ നമ്മളുടെ മുമ്പിൽ വാഴക്കൊല നിൽക്കുന്നു. ഇതാ നല്ല വാഴ. നല്ല വാഴയാ. വാഴയെ പിടിച്ചോണ്ടിരിക്കുന്നത്. പോട്ടെ. ഇവിടെ മൊത്തം വാഴ. ഈ സ്ഥലത്ത് മൊത്തം വാഴയാണ്. നമുക്ക് കനാല് കാണിക്കാം ഗൈസ്. നിങ്ങളെ ഞാൻ കനാല് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമുക്ക് നമുക്ക് കനാല് കാണാം ഗൈസ്. എന്താണ് ഗൈസ്? കനാൽ. കനാൽ. ഇതാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കനാൽ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. വെള്ളം വരാൻ കുറച്ച് നാളുകൾ കഴിയും. കാരണമെന്ന് വെച്ചാൽ ഇവിടെ ക്ലീനൊന്നും ആക്കിയിട്ടില്ല കനാല് ഫുള്ള് അഴുക്കും തീയിട്ടേക്കുന്നതും പ്ലാസ്റ്റിക്കും ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം വരുന്നില്ല. വെള്ളം കല്ലട റിസർവ് ഓപ്പൺ ആക്കിയാലേ നമുക്ക് ഇവിടെ വെള്ളം വരാറുള്ളൂ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇടാം. വെള്ളം വരുമ്പോൾ നമ്മൾ വീഡിയോ ഇടും ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അതാണ് ഗൈസ് നമ്മുടെ കുരുമുളക് ചെടി. കുരുമുളക് പടർത്തിയേക്കുന്ന തേക്കാണ് ഗൈസ്. ഇത് അങ്ങ് മുകളിൽ വരെ കുരുമുളക് ഇല്ല, എന്നാലും ഏകദേശം ഒരു 3/4 ഗൈസ്. അതിപ്പം വെയില് കാരണം പോയതാണ്. ഇവിടുത്തെ ഏറ്റവും നീളം കുറഞ്ഞ തെങ്ങ്. ഞാൻ ഫ്രണ്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു തെങ്ങ് കാണിച്ചു തരാം. അപ്പം ഗൈസ് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇവിടെ വൻ കൃഷി സംരംഭമാണ്. ഇവിടെ കൃഷി എന്ന് വെച്ചാൽ വാഴ, ചേമ്പ്, ചേന അങ്ങനത്തെ നിങ്ങൾക്ക് ഞാൻ ചക്ക കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഇവിടെ മാവ്, പ്ലാവ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് മാങ്ങ ഡയറക്റ്റ് നിൽക്കുന്ന കാണിച്ചു തരാം ഗൈസ്. കഴിഞ്ഞ വർഷം ഇവിടെ ചീനിയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ചീനിയില്ല ഗൈസ്. കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ അണ്ണാനൊക്കെ തിന്ന മാങ്ങയാണ് ഗൈസ്. ഇത് മാങ്ങ ഗൈസ്. അതൊരു മാവാണ് ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണാമോന്ന് എനിക്കറിയത്തില്ല. ഫോണിന് ക്ലാരിറ്റി ഇല്ല ഗൈസ്. വിവോ ആണ്. പക്ഷെ നമ്മൾ പുതിയൊരു ഫോൺ തന്നെ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ മൊത്തം കരിയിലായോണ്ടേ ഈ മുള്ളൊക്കെ കാണും. അതുകൊണ്ടല്ല ഈ പൊങ്ങി ഗൈസ്. ഇതാണ് പ്ലാവ് ഗൈസ്. പ്ലാവിലെ ചക്ക കാണിച്ചു തരാം. ഈ ചക്ക വലുതാകുമ്പോ നമുക്ക് കറി വെച്ച് കഴിക്കാം. അതാ ഗൈസ്. ചക്ക വളരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ചക്കക്കൊലയാണ് അത്. ഇനി താഴെ ഒരെണ്ണം നിൽപ്പുണ്ട് ഗൈസ്. അവിടെ മാവിൻ്റെ സൈഡിലാണ് പ്ലാവ്. കണ്ടോ ഗൈസ്? ഇതാണ് ചക്കയുടെ ചെറിയ ഇത്. എങ്ങനെ പറയണോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അടി കൊടുക്കണം. ഗൈസ്, നമ്മുടെ നമുക്കൊരു നല്ലൊരു വടി കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാനാണ് ക്യാമറമാൻ മിസ്റ്റർ ഓജസ്. അപ്പോൾ നമുക്ക് ഇത് ഉണങ്ങിയതാണ്. ഈ ഉണങ്ങുന്നതെന്ന് വെച്ചാൽ ഇതാകുമ്പോഴാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞില്ലായിരുന്നു ഒരു വലിയൊരു തെങ്ങ് കാണിച്ചു തരാം. കാണിച്ചു തരാം. അത് കണ്ടാ ഗൈസ്? ഇതാണ് ഗൈസ് മണ്ടയില്ലാത്ത തെങ്ങ് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ കുരുമുളകാണ് ഗൈസ്. നമുക്ക് വലിയൊരു തെങ്ങ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചെറിയ തെങ്ങ്. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം വെച്ചതേ ഉള്ളു ഗൈസ്. 2 വർഷമായി. വളരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം. അടുത്ത് നമുക്ക് വലിയ തെങ്ങ് കാണാം ഗൈസ്. ഇത് ചെറിയൊരു വാഴയാണ്. ഇത് ചെറിയ പേരമരം. നമ്മുടെ വീട്ടില് ഫുള്ള് പ്ലാവൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മാമന്റെ ഓട്ടോ.
ഗൈസ് നമുക്ക് ഞങ്ങളുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് കാണാം. എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമില്ല, ഇതൊക്കെ ഉള്ളൂ. ഇന്നത് കാണാമോന്ന് എനിക്കറിയത്തില്ല. ഇതാ 3 മീനുകളുണ്ട്. ഈ പൈപ്പിന്റെ അകത്താണ് കുറെ മീനുകളുള്ളത് ഗൈസ്. ആണ് ഗൈസ്. അതിൻ്റെ അകത്ത് ഞാൻ ബ്രീഡിംഗ് ഒന്നും പറഞ്ഞ് ഇട്ട് കൊടുത്തതാണ്. എന്നാലും അതിൻ്റെ അകത്ത് നല്ലോണം മീൻ. ഈ ഇടയ്ക്ക് 3 കുഞ്ഞുങ്ങൾ ജനിച്ചായിരുന്നു. ഗൈസ് നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തിരിച്ചെത്തി. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർഷങ്ങളായ 25-30 ആയ തെങ്ങ് ഇതാ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് അത്ര വലിയ തെങ്ങ്. വീട്ടിലെ കാട്ടി പോണ്ട് ഗൈസ്. ഇതിൽ നിന്ന് നല്ല തേങ്ങയാണ് ഗൈസ്. നല്ല തേങ്ങയാണ്. വെള്ളമൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് വീട്ടിന്റെ അകത്തോട്ട് കയറാം. ഗൈസ് ഇന്നത്തിരുന്ന മീനെടുത്ത് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടാക്കി ഗൈസ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇവര് ബബിൾസ് വിട്ട്, ഇവര് ഫൈറ്ററാണ്. അപ്പം ബബിൾസ് വിട്ടാൽ മാറ്റിയിടണമെന്ന പെറ്റ് ഷോപ്പിലെ ആൻറ്റി പറഞ്ഞിരുന്നു. ബബിൾസ് വിട്ടാൽ ബ്രീഡിങ്ങിന്റെ സമയമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് നടക്കുന്നതെന്ന് ദൈവത്തിനെ അറിയാവൂ ഗൈസ്. എനിക്കൊന്നും പറഞ്ഞു. ഇതാണ് നമ്മുടെ ജാക്കി പെയിന്റ് ട്രോഫി ഗൈസ്. ഗൈസ് ഇത് അമ്മയ്ക്ക് തിരുവാതിര കളിക്ക് ഡാൻസിന് പോകാൻ കിട്ടിയതാ. ഇത് അച്ഛൻ്റെ സൈക്കിള്. ഇത് എത്ര വിറ്റേന് ആർട്ട് ഇന്റർനാഷണലിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. അച്ഛൻ്റെ കട പിന്നെ വരുന്നത് കൊട്ടിയം കണ്ണനല്ലൂർ റോട്ടിലാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്റ്റോറീസ് ബൈ ഓജസ് 10 ഇമാമി ഫോർ യു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.